Good morning, all. Good morning, Good Miss. morning, ma'am. Good 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 morning. Morning, ma'am. ഓക്കെ, നമ്മളുടെ പി ജിയുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഫസ്റ്റ് ക്ലാസ് നിഷ് ടീച്ചറിന്റെ ക്ലാസ് ഒക്കെ കഴിഞ്ഞു അല്ലെ? അപ്പോൾ ടീച്ചർ അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ? ഓക്കെ, പേര് ഞാൻ പരിചയപ്പെടുത്താം കേട്ടോ. കുറച്ച് പേർക്ക് എനിക്ക് തോന്നുന്നു നമ്മുടെ ബാച്ചിലെ 5th 6th 7th സ്റ്റുഡൻസുകളാണ് നിങ്ങൾ എല്ലാവരും തന്നെ അല്ലേ? അപ്പൊ ഞാൻ എടുക്കുന്ന സ്റ്റുഡൻസ് നിങ്ങൾക്ക് എന്നെ അറിയാലോ? അറിയില്ലേ? അറിയാം. ഞങ്ങൾ ടീച്ചർ ആയിരുന്നു. നമ്മുടെ 5th-ലും 6th-ലാണ് ഞാൻ എടുത്തിരുന്നത്. അപ്പൊ 5th 6th കുറച്ച് പേരൊക്കെ നമുക്ക് വഴിയെ അല്ലെ, കുറച്ച് പേരൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ബാക്കി നമുക്ക് പുതിയ സ്റ്റുഡൻസ് ഉണ്ട് അല്ലെ. 7th-ലും ഞാൻ കയറിയിട്ടില്ല. അപ്പൊ ഫസ്റ്റിൽ ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എന്റെ പേര് ട്രീസ. അപ്പൊ നിങ്ങൾക്ക് ഞാനും എടുക്കുന്നുണ്ട് പി ജിയില്. അപ്പൊ കുറച്ച് പേർക്ക് ഓൾറെഡി നമ്മൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇനി ട്രീസ എന്ന് പറഞ്ഞ മിസ്സായിരുന്നില്ലയോ? എന്ത് പറ്റി? പേരറിയായിരുന്നു നേരത്തെ? അല്ല, വേറൊരു ട്രീസ എന്ന് പറയുന്ന ഒരു കേച്ചു ഉണ്ടായിരുന്നു. ഇനി ഞാൻ മനസ്സിലാണോ? ഞാൻ ഇന്നലെ മെസ്സേജ് അയച്ചായിരുന്നു. ഞാൻ വിചാരിച്ചു ടീച്ചർ തന്നെയാണ്. സോറി. അപ്പോ തേർഡ് ബാച്ചിലും 6th-ലാണ് ഞാൻ ഉണ്ടായിരുന്നത്. ഇനിയിപ്പോ പുതിയ ബാച്ചിലും കൂടി കയറിയിട്ടുണ്ട് കുറച്ച്. അപ്പോ 6th സ്റ്റുഡൻസിനൊക്കെ കുറച്ച് പേരൊക്കെ പരിചയമൊക്കെ ഉണ്ട്. അവർക്കും എന്നെ അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോ പി ജി ആണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് അല്ലെ? അപ്പൊ നമ്മള് ഹോസ്പിറ്റലിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചിട്ടില്ല എല്ലാവരും? ഇനി എക്സാം എഴുതിയിട്ടുള്ളവരുണ്ട്, എക്സാമിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവരുണ്ട് ഇല്ലേ? വെയിറ്റിംഗ് അല്ലേ? ആണോ? 6th-കാരും 7th-ഉം അല്ലേ? പഠനം നല്ല രീതിയിൽ പോകുന്നുണ്ടോ? തിരക്കേടില്ല. അപ്പൊ പഠനം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം. അതിനിടയിൽ കൂടി നമ്മുടെ പി ജി ഉണ്ട്. അപ്പോ അതൊക്കെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് പഠിക്കാനായിട്ട് പറ്റണം കേട്ടോ. കാരണം എക്സാം ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ക്ലാസ് ഒക്കെ റെക്കോർഡ് ക്ലാസ് ഒക്കെ കാണാം കേട്ടോ. എക്സാം ഒക്കെ വരുന്നുണ്ടല്ലോ. ഇപ്പൊ 6th-കാരാണെങ്കിലും മറ്റു എക്സാമുകൾ ഓരോ ബാച്ചിന്റെ വരുമ്പോഴും അതനുസരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ക്ലാസ് മുടക്കാതെ തന്നെ റെക്കോർഡ് ക്ലാസ്സുകൾ കാണാൻ ശ്രമിക്കുക കേട്ടോ. നമ്മൾ തന്നെ അതിനുവേണ്ടി സമയം കണ്ടെത്തണം. ടീച്ചർ എപ്പോഴും പറയാറില്ലേ, ഇടയ്ക്ക് ഞാൻ മോട്ടിവേഷൻ ഒക്കെ കൊടുക്കാറുണ്ട് ഈ ചെറിയ രീതിയിൽ നമുക്ക് മോട്ടിവേഷൻ ഒക്കെ ഇടയ്ക്ക് നമുക്ക് ഇവിടെയും പി ജിയിലും പറ്റുന്ന പോലെയൊക്കെ ചെയ്യാം. ഓക്കെ, ഇപ്പൊ നമ്മള് എല്ലാവരും തന്നെ ജോലിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കോഴ്സ് എടുത്ത് പഠിക്കുന്നത്. ആരും ചുമ്മാ ടൈം പാസിന് വേണ്ടിയിട്ടല്ലല്ലോ. ആണോ? ആരെങ്കിലും ഉണ്ടോ കൂട്ടത്തില്? ചുമ്മാ ഇരിക്കണല്ലേ ഒരു കോഴ്സ് ചെയ്യാന്നോർത്താണോ നിങ്ങൾ ചെയ്യുന്നത്? പഠിക്കാൻ വേണ്ടി. ഓക്കെ, അപ്പോ എല്ലാവർക്കും മുന്നിൽ ഒരു ലക്ഷ്യമുണ്ട്. എന്താണ് ലക്ഷ്യം? ഒരു ജോലിയിൽ കയറണം എന്നുള്ളതല്ലേ? ആണോ? ഒരു ലക്ഷ്യം. ഓക്കെ, നമ്മള് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഈ ഒരു കോഴ്സ് ചൂസ് ചെയ്തത്? അല്ലെങ്കിൽ എനിക്ക് ഇതാണ് കിട്ടിയത്, അല്ലെങ്കിൽ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റിയ ഒരു ഓപ്പർച്യൂണിറ്റി ആണ് എന്നതുകൊണ്ടാണോ നിങ്ങൾ ഇത് ചൂസ് ചെയ്തത്? എല്ലാവരും സ്വന്തം ഇഷ്ടപ്രകാരമാണോ? അല്ലെങ്കിൽ ആൻസർ ഒന്നും ഇല്ലല്ലോ. ഓക്കെ, അപ്പോ നമ്മളുടെ ഇഷ്ടപ്രകാരം തന്നെയാണ് നിങ്ങൾ ചൂസ് ചെയ്തത്. സോ നിങ്ങളുടെ എന്താ പറയാ, എപ്പോഴും നമ്മളുടെ മുന്നിൽ ആ ഒരു കാര്യം ഉണ്ടായിരിക്കണം, എനിക്ക് ഫ്യൂച്ചറിൽ ഒരു ജോബ് വേണം. അപ്പൊ ഞാൻ പഠിക്കുന്നത് എന്റെ എക്സാമിന് പാസ് ആവാനോ അല്ലെങ്കിൽ എക്സാമിന് എനിക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ മാത്രം ഒരിക്കലും ആകരുത്. അതായിരിക്കണം നമ്മുടെ പഠനത്തിൽ എപ്പോഴും നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം. പഠിക്കണം, നമുക്ക് നല്ല മാർക്ക് വേണം, പക്ഷെ അതിലുപരി നമുക്കൊരു ജോലിയാണ് നമ്മുടെ മുന്നിലുള്ള ഒരു ലക്ഷ്യം. ആണോ? അപ്പൊ നിങ്ങൾ എല്ലാവരും തന്നെ ഫ്യൂച്ചറിൽ ജോലിയിൽ കയറും അല്ലെ? എന്തായാലും നിങ്ങൾ എല്ലാവരും കയറിയിരിക്കും. അതിനുവേണ്ടി നമ്മുടെ ഭാഗത്തു നിന്നും മാക്സിമം ടീച്ചേഴ്സിന്റെ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് ഉണ്ടാകും. നിങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് സ്വയം അല്ലെ, ഞാനിങ്ങനെ ഒരു ജോയിൻ ചെയ്തു, ഒരു കോഴ്സ് ചെയ്യുകയാണ്, അപ്പോ എന്ത് പരിമിതികൾ വന്നിട്ടുണ്ടെങ്കിലും എനിക്കത് പഠിക്കണം, അപ്പോ എനിക്കത് ഓവർകം ചെയ്യണം, അല്ലെങ്കിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറയാറുണ്ട് ഇന്റർവ്യൂവിനൊക്കെ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ? ചുമ്മാ നമ്മൾ എക്സാമിന് ഒരു നല്ല മാർക്കോട് കൂടി ജോലി കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ തീർച്ചയായിട്ടും ഇത് കഴിഞ്ഞിട്ട് എന്താണ് ഇന്റർവ്യൂ എന്നുള്ളൊരു ഇന്റർവ്യൂവിനൊക്കെ നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. സോ നമ്മൾ ഈ പഠിക്കുന്ന കാര്യങ്ങള് അതിന് വേണ്ടിയിട്ട് കൂടി ആയിരിക്കണം. ചുമ്മാ നമ്മൾ ജസ്റ്റ് എക്സാം എഴുതി ജയിക്കാം എന്നുള്ളൊരു ലക്ഷ്യം മാത്രമാകരുത്. ഓക്കെ, ഈ ഒരു കാര്യം എല്ലാവരുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരിക്കാം. ഓക്കെ, ദെൻ ഇടയ്ക്ക് നിങ്ങളൊന്ന് മോട്ടിവേഷൻ ഒക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെറിയ മോട്ടിവേഷൻ ക്ലാസ് ഒക്കെ ഞാൻ തന്നോളാം. ഓക്കെ, പിന്നെ പഴയ സ്റ്റുഡൻസിനൊക്കെ അറിയാൻ പറ്റും. ഇടയ്ക്ക് നമ്മൾ ചെറിയ മോട്ടിവേഷൻ ഒക്കെ നമ്മളൊന്ന് ആരെങ്കിലും പുഷ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിക്കാനും കുറച്ച് അല്ലെ? നമ്മൾ വീട്ടിലാണെങ്കിലും നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ നിങ്ങളുടെ പാരന്റ്സ് പറയില്ലേ,
എക്സാം ആയില്ലേ, നീ പഠിക്കുന്നില്ലേ എന്ന് ചോദിക്കില്ലേ? അപ്പോഴല്ലേ നമുക്ക് പഠിക്കാനായിട്ടുള്ള ഒരു സ്പിരിറ്റ് വരുന്നത്. ചോദിക്കും. ചോദിക്കും. അങ്ങനെ ആരെങ്കിലും നമ്മളൊന്ന് സപ്പോർട്ട്, ഒരു സ്കഫോൾഡിങ് ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്ക് അതിൽ നിന്നൊരു അല്ലെ നമുക്ക് പഠിക്കാനായിട്ടുള്ള ഒരു ഇത് കിട്ടുക. അപ്പൊ നമുക്ക് എല്ലാവിധ സപ്പോർട്ടും നമുക്ക് ഈ ടീച്ചേഴ്സിന്റെ ഭാഗത്തു നിന്നൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും കേട്ടോ. ഓക്കെ, അപ്പോ ഇന്ന് ഭയങ്കര കൂടുതലായിട്ട് ഞാൻ ക്ലാസ് എടുത്ത് വലിയ രീതിയിൽ ബോറൊന്നും ആക്കണില്ല. ജസ്റ്റ് ചാപ്റ്റർ ഒന്ന് നമുക്ക് ഇൻട്രൊഡക്ഷൻ ഭാഗം ഒന്ന് തുടങ്ങി വെക്കാം. ഓക്കെ, അപ്പോ നമ്മള് ബേസിക് എല്ലാം പഠിച്ചവരാണ്. ആണോ? പഠിച്ചവരല്ലേ എല്ലാവരും? ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നവരും ഉണ്ട്. എക്സാമിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരുണ്ട് അല്ലെ? അപ്പോ കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം. ഇനി കോമൺ ആയിട്ട് നമ്മളിപ്പോ ബേസിക് അത്യാവശ്യം ഒരു ഹോസ്പിറ്റൽ എന്താണെന്നും അതിലെ ഡിപ്പാർട്ട്മെന്റ്സിലൊക്കെ നമ്മൾ ബേസിക് നമ്മളുടെ ഡിപ്ലോമ ലെവലിൽ നമ്മൾ പഠിച്ചു, അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുകയില്ലേ? ആണോ? എക്സാമിന്റെ തലേദിവസം പഠിക്കാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നവരുണ്ടോ? നമ്മളെപ്പോഴും പറയാറുണ്ട് ലാസ്റ്റ് നിമിഷത്തേക്ക് മാറ്റി വെക്കാതിരിക്കാൻ ശ്രമിക്കുക അല്ലെ? കാരണം അന്ന് എടുക്കുന്നത് ഇപ്പൊ PG ക്ലാസ് തുടങ്ങുമ്പോഴും നിങ്ങൾ അതുപോലെ തന്നെ, അതാണ് ഏറ്റവും ബെറ്റർ. കാരണം ഓരോ ടീച്ചേഴ്സും എടുക്കുന്നത് ഇപ്പൊ ഒരു ദിവസത്തില് ഓരോ ടീച്ചേഴ്സ് എടുക്കുന്ന ക്ലാസ്സുകൾ നിങ്ങൾ ആ ദിവസം തന്നെ മാക്സിമം പഠിച്ചു പോകാൻ ശ്രമിക്കുക. ദെൻ നിങ്ങൾ ഓരോ ദിവസം പഠിച്ചു പോകുക. ദെൻ അതോടൊപ്പം തന്നെ ലാസ്റ്റ് വരുമ്പോൾ റിവിഷൻ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ലാസ്റ്റ് റിവിഷൻ എന്നല്ല, മൊത്തത്തിൽ നിങ്ങൾ ഒരുമിച്ച് പഠിക്കേണ്ടതായിട്ട് വരും. അപ്പോ ടോട്ടൽ കൺഫ്യൂഷൻ ആകും. നമുക്കറിയാം ഡിപ്ലോമ ലെവലിൽ തന്നെ നമുക്കറിയാം ഒരു 3rd 4th മൊഡ്യൂൾ, 1st 2nd മൊഡ്യൂൾ പോലെയായിരുന്നോ? വ്യത്യാസം ഉണ്ടായില്ലേ? 1st 2nd മൊഡ്യൂളിനെ തീർന്നില്ലയോ എന്റെ അമ്മോ? 3rd 4th നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട്, ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ടഫാണ്. നമുക്ക് ഏത് കോഴ്സ് എടുത്താലും അങ്ങനെ തന്നെയല്ലേ? നിങ്ങൾ ഡിഗ്രി ജോയിൻ ചെയ്തത്, ഡിഗ്രി ഇപ്പൊ നമ്മൾ ജോയിൻ ചെയ്യണമെങ്കിൽ 6 സെമസ്റ്റർ ഉണ്ടെങ്കിൽ അതിൽ ഫസ്റ്റ് 3 സെമസ്റ്റർ നല്ല ഈസി ആയിട്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ലാണ്ട് പാസ്സാവാൻ പറ്റും. ദെൻ ഒരു 4th 5th ഒക്കെ വരുമ്പോഴാണ് എല്ലാവർക്കും സപ്ലിയൊക്കെ വരുന്നത്. ആണോ? അല്ലേ? അപ്പോ ഏതൊരു കോഴ്സ് എടുക്കുമ്പോഴും അതുകൊണ്ട് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ആദ്യം ഞാൻ ചോദിച്ചത് ഇതിന്റെ ടെക്സ്റ്റ് ബുക്ക് കിട്ടിയിട്ടില്ല. ടെക്സ്റ്റ് ബുക്കിന്റെ കാര്യമൊക്കെ പറഞ്ഞില്ലേ? ക്ഷമം പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. എല്ലാ കാര്യങ്ങളും തയ്യാറാക്കുന്നേ പറഞ്ഞായിരുന്നു. ഓക്കെ. ദെൻ ഇനിയിപ്പോ സാറിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് പോലെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഡീറ്റെയിൽസും ടെക്സ്റ്റിന്റെ കാര്യങ്ങളും ബാക്കി എന്തെങ്കിലും അത് സംബന്ധമായിട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. അപ്പോ ദെൻ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ചാപ്റ്ററിന്റെ പേരാണ് ഫങ്ഷൻസ് ഓഫ് ഹോസ്പിറ്റൽ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. നമ്മൾ കോമൺ ആയിട്ട് നിങ്ങൾ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സുകളും എല്ലാം പഠിച്ചു കഴിഞ്ഞ ആളുകളാണ് അല്ലെ? എന്തായാലും 1st 2nd മൊഡ്യൂൾ കംപ്ലീറ്റ് ആയതല്ലേ? ആണോ? ഇപ്പൊ 3rd 4th അല്ലേ? ഇപ്പൊ 7th 8th ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ. 3rd 4th മൊഡ്യൂൾ എങ്ങനെയുണ്ട് പഠിക്കാനായിട്ട്? കുറച്ച് കാര്യങ്ങളാണ് അല്ലേ? ഞങ്ങളുടെ എക്സാം ഒക്കെ കഴിഞ്ഞു മാം, പക്ഷെ എഴുതാൻ പറ്റില്ല. ഓക്കെ. ഏത് ബാച്ച് ആയിരുന്നു? 5th ആണോ? 5th ബാച്ച്. ഓക്കെ. അപ്പോ എക്സാം കഴിഞ്ഞവരുമുണ്ട്, ദെൻ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരുണ്ട് അല്ലെ? ഇപ്പൊ പുതിയ ബാച്ച് അല്ലെങ്കിൽ 7th 8th ഒക്കെ ആണെങ്കിലുള്ള 3rd 4th മൊഡ്യൂളൊക്കെ ആയിരിക്കും നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ട്. ആണോ? ഞങ്ങൾക്ക് തുടങ്ങിയില്ല. 3rd മൊഡ്യൂൾ കഴിഞ്ഞതേ ഉള്ളു ടീച്ചറെ. 3rd കംപ്ലീറ്റ് ആയി, 4th തുടങ്ങി. ഓക്കെ. അപ്പോ എങ്ങനെയുണ്ട് 4th മൊഡ്യൂളിലെ ചാപ്റ്റേഴ്സുകള്? ഇല്ല, ജസ്റ്റ് തുടങ്ങി വെച്ചതേ ഉള്ളു 4th മൊഡ്യൂൾ. ഓക്കെ. അപ്പൊ അതിലും സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഉണ്ട്. എല്ലാം ടഫ് ആണെന്ന് പറയാൻ പറ്റില്ല, കാരണം അറിയാലോ ചാപ്റ്റേഴ്സുകള് അല്ലെ? അപ്പൊ പിന്നെ കുറെയൊക്കെ നമ്മൾ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്, ജനറൽ ആയിട്ടുള്ളതാണ്. അത് നമുക്ക് എത്രത്തോളം അത് നിങ്ങൾ തന്നെ കുറച്ച് ചില പോർഷൻസ് അങ്ങനെയാണ് സ്വയം നമ്മൾ തന്നെ എഫോർട്ട് എടുത്ത് വായിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ദെൻ അത്യാവശ്യം ടീച്ചേഴ്സ് നല്ല രീതിയിൽ അത് പറയുന്നുണ്ട്. 3rd വൈഡ് ആണ്. ഓക്കെ. ഇപ്പൊ 3rd തന്നെ കുറച്ച് എത്തിക്കൽ ആൻഡ് ലീഗൽ, അതുപോലെ പബ്ലിക് റിലേഷൻ ചാപ്റ്റർ ഒക്കെ കഴിഞ്ഞായിരുന്നോ? ചിലതൊക്കെ ഒരുപാടുണ്ടായിരുന്നു മാഡം. ഒരുപാടുണ്ട്. നമുക്കത് നമ്മുടെ ഇഷ്ടത്തിന് ലെങ്ത് ആയിരുന്നു. ലെങ്തി ആണ്. 2-3 പാഠം രണ്ട് വലുതാണ്. ചാപ്റ്റേഴ്സ് കുറച്ച് ലെങ്തി ആണ്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ഈ ലെങ്തി ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് നമ്മൾ ലാസ്റ്റ് ടൈമിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ആലോചിച്ച് നോക്കിയേ. അവസാന നിമിഷം നമുക്ക് ഇത് വായിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ അതനുസരിച്ചിട്ട് പഠിച്ചു പോകുക. അതാണ് നമുക്ക് ഏറ്റവും ബെറ്റർ. ടീച്ചറെ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ ടീച്ചറെ? ഈ മെയ് ബാച്ചിന്റെയും ഇപ്പൊ 9th ബാച്ചിന്റെയും സിലബസ് ഒന്ന് തന്നെയാണോ? നമ്മൾക്ക് എല്ലാവർക്കും സിലബസ് സെയിം തന്നെയാണ്. നമുക്ക് മൊഡ്യൂൾസ് അയച്ചു തരാറില്ലേ? ഫസ്റ്റ് മൊഡ്യൂള്, സെക്കൻഡ് മൊഡ്യൂള് സെയിം തന്നെയാണ്. ടെക്സ്റ്റ് ബുക്ക് മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. മാറിയിട്ടുണ്ടെന്ന്. ഓക്കെ. അതിന്റെ ഡീറ്റെയിൽസ് ടീച്ചർ പറഞ്ഞുതരും കേട്ടോ. ടെക്സ്റ്റ് ബുക്ക്
കാര്യങ്ങളൊക്കെ ടീച്ചറോട് ചോദിക്കാം. ഓക്കെ, ഓക്കെ അപ്പോ നമുക്കിനി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അതിൽ കൊടുത്ത് ഞാൻ എന്താ പറയാ, ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ ടീച്ചർ ഒരുപാടൊന്നും എടുക്കണില്ല. ജസ്റ്റ് നമ്മൾ ചാപ്റ്റർ ഒന്ന് തുടങ്ങി വെക്കാം കേട്ടോ. അപ്പൊ ഫങ്ഷൻസ് ഓഫ് ഹോസ്പിറ്റൽ. ചാപ്റ്റർ 2 ഫങ്ഷൻസ് ഓഫ് ഹോസ്പിറ്റൽ. ടെക്സ്റ്റ് കയ്യിൽ ചെയ്യാന്ന് പറഞ്ഞു. ഓക്കെ, കുഴപ്പമില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചിരിക്കാം. ടെക്സ്റ്റ് കയ്യിൽ വരുമ്പോ നിങ്ങൾ വായിച്ചിട്ട് അണ്ടർലൈൻ ചെയ്തിട്ട് പോകുക കേട്ടോ. ദെൻ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഓൺ ദ വേയിൽ ക്ലാസ്സിൽ തന്നെ പറയും. അതനുസരിച്ചിട്ട് എന്റെ ഒപ്പം തന്നെ ഞാൻ അണ്ടർലൈൻ ചെയ്യാൻ പറയുമ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ അണ്ടർലൈൻ ചെയ്ത് പോകാം. ഓക്കെ, ദെൻ വേറെ നമുക്ക് എക്സ്ട്രാ നോട്ട്സ് കാര്യങ്ങളൊന്നും ഇല്ല. ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വായിക്കുന്നതിനോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞു പോകും. അത് എന്റെ ഒപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, ക്ലാസ്സിൽ ഇരിക്കുമ്പോഴും ഒരു പേനോ പെൻസിലോ ബുക്കും കയ്യിലുണ്ടായിരിക്കണം. ദെൻ എന്താണ് പറഞ്ഞു പോകുമ്പോൾ എന്റെ ഒപ്പം തന്നെ വായിക്കുക, അണ്ടർലൈൻ ചെയ്ത് പോകുക. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാർക്ക് ചെയ്യാൻ പറയുമ്പോൾ മാർക്ക് ചെയ്ത് പോകുക. ഓക്കെ, ഇങ്ങനെയായിരിക്കും നമ്മുടെ ഒരു ക്ലാസ്. ഓക്കെ, എക്സ്ട്രാ നമുക്ക് വേറെ നോട്ട്സും കാര്യങ്ങളൊന്നും ആവശ്യമില്ല. മാക്സിമം ഷോർട്ട് ആക്കിയാണ് തന്നിരിക്കുന്നത് അല്ലെ. പിന്നെ ഇതിൽ കൂടുതൽ ഞാൻ എക്സ്ട്രാ നോട്ട് തന്ന് അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ മാക്സിമം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയും ക്ലാസ്സിൽ. ആ കാര്യങ്ങൾ വായിക്കുക, അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ, എന്റെ ഒപ്പം തന്നെ നിങ്ങളും ഫോളോ ചെയ്ത് പോവുക കേട്ടോ. PDF-ന്റെ കാര്യം പറഞ്ഞായിരുന്നോ, ടെക്സ്റ്റ് ബുക്കില്ലേ? ഓക്കെ, PDF നിങ്ങൾക്ക് ഉണ്ടോ? ഉണ്ടോ ടെക്സ്റ്റ് ബുക്ക്? ഇല്ല. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒന്ന് ക്ലാസ് കേൾക്കാം കേട്ടോ. എന്നിട്ട് ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് കിട്ടുമ്പോൾ നിങ്ങൾ അത് വായിച്ച് അണ്ടർലൈൻ ചെയ്ത് പോകാം. ഓക്കെ, അപ്പൊ നമ്മൾ എടുക്കുന്ന ചാപ്റ്റർ ഫങ്ഷൻസ് ഓഫ് ഹോസ്പിറ്റൽ അല്ലേ. അപ്പൊ നമ്മൾ ഒരു ഹോസ്പിറ്റൽ എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഒരു ഹോസ്പിറ്റലിന്റെ ഉള്ള ആകെ മൊത്തം നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. പഠിച്ചോ? ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ചതില് നിങ്ങളുടെ മൈൻഡിൽ ഒരു ഹോസ്പിറ്റല്, നമുക്കൊരു അസുഖങ്ങൾ എന്തെങ്കിലും വരുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോവുക, ഡോക്ടറെ കാണാം, മെഡിസിൻ വാങ്ങിക്കുക എന്നുള്ളൊരു ഇത് മാത്രമല്ലേ നമ്മളുടെ ഇടയിൽ ഉണ്ടായിരുന്നുള്ളൂ. ആണോ? ഇനി മറ്റ് റിലേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ടെങ്കിലും ഓക്കെ കേട്ടോ, കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. എങ്കിലും ബാക്കിയുള്ളവർക്ക് നമുക്ക് എന്തെങ്കിലും അസുഖം വരാം, ഹോസ്പിറ്റലിൽ പോവാം, ഡോക്ടറെ കാണാം, മെഡിസിൻ വാങ്ങിക്കാം, തിരികെ വീട്ടിൽ വരാം. ഈ ഒരു പ്രോസസ്സല്ലേ നമ്മൾ ഇതുവരെ നടന്നുകൊണ്ടിരുന്നത്. ആണോ? അതിലുപരി നിങ്ങൾ ഒരു ഹോസ്പിറ്റലില് ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ്സുകളുണ്ട് അല്ലെ, അവിടുത്തെ സേവനങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ പഠിച്ചോ? നിങ്ങളോടാ ഞാൻ ചോദിക്കുന്നത്. പഠിച്ചില്ലേ? ഒരു ഹോസ്പിറ്റലിന്റെ നമ്മള് ഒരു ഹാഫ് അല്ല അതിൽ കൂടുതൽ പോർഷൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. അപ്പൊ ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോ ഹോസ്പിറ്റലിനെ കുറിച്ച് മൊത്തത്തിൽ അറിയാൻ സാധിച്ചു. മുമ്പ് അങ്ങനെയായിരുന്നോ? അതിൽ നിന്നും വളരെയധികം മാറ്റം വന്നില്ലേ? അപ്പൊ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട് ക്ലാസ്സിൽ, നമ്മൾ ഈ പഠിക്കുന്ന കാര്യങ്ങള് ഹോസ്പിറ്റലിൽ പോകുമ്പോ ഇങ്ങനെയൊക്കെയാണോ എന്ന് ചെക്ക് ചെയ്യാൻ ഞാൻ പറയാറില്ലേ? അപ്പോ ഇനിയും നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണോ എന്ന് നമ്മൾ എന്ത് ചെയ്യാം, നോക്കണം. നിങ്ങൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ അല്ലെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഇപ്പൊ നമ്മൾ OPD പഠിച്ചു, നിങ്ങൾ ഇൻപേഷ്യന്റ് പഠിച്ചു അല്ലെ. അപ്പോ ഈ പറഞ്ഞ കാര്യങ്ങൾ, അതുപോലെ വാർഡ് അല്ലെ, ഈ വാർഡിൽ ചെല്ലുമ്പോൾ നമ്മൾ ഈ വാർഡിൽ കണ്ട നഴ്സിംഗ് സ്പേസ് ഉണ്ടോ, അല്ലെങ്കിൽ അവിടെ ബെഡുകൾ ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ടോ? നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ എല്ലാം ഞാൻ പറയാറുണ്ട്. നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നോക്കാം, നമ്മളുടെ അറിവിൽ നമ്മൾ കാണുകയാണ് അല്ലെ. അപ്പൊ ഇനിയും അങ്ങനെ തന്നെ നിങ്ങൾ ചെയ്യാം. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾക്കൊന്നും പ്രാവർത്തികമാക്കണ്ടേ? ഇതൊക്കെ ഉണ്ടോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുക. നമുക്ക് പുതിയ അറിവുകളാണ് അല്ലെ. ചില ചാപ്റ്റേഴ്സുകൾ നിങ്ങൾക്ക് പുതിയ അനുഭവങ്ങളാണ് തന്നത്. ആണോ? അപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വെന്റിലേറ്റർ എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിച്ചോ? ഇനി പഠിക്കാൻ പോകുന്നവരുണ്ടാകും അല്ലെ. ഓക്കെ, ടോമിനൊക്കെ എടുത്തു കഴിഞ്ഞായിരുന്നോ? കുറച്ച് എനിക്ക് തോന്നുന്നു ഇപ്പൊ വെന്റിലേറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് വലിയ ധാരണ ഒന്നും ഇല്ലാത്തൊരു ഏരിയയാണ് അല്ലെ. നമുക്കത് എന്തുകൊണ്ടാണ് ധാരണ ഇല്ല എന്ന് പറയുന്നത്? ഒന്നാമത്തെ കാര്യം, വെന്റിലേറ്ററിൽ നമുക്ക് വേറെ പുറത്തുനിന്ന് ആരെയും അലൗഡ് അല്ല, നമുക്ക് അതിനെ കുറിച്ച് വലിയ കാര്യങ്ങളൊന്നും അറിയില്ല അല്ലെ. പക്ഷെ നിങ്ങൾ ആ ഒരു വെന്റിലേറ്റർ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് എന്താണ് ശരിക്കും നമുക്ക് അറിവില്ലാത്തൊരു കാര്യത്തെ കുറിച്ച് കൂടുതലായിട്ടുള്ള ഒരു അറിവാണ് കിട്ടിയത്. ആണോ? പഠിച്ചു അല്ലെ. അപ്പൊ നമുക്ക് അതിനെക്കുറിച്ച് നമുക്ക് ഒട്ടും തന്നെ അറിവുണ്ടായിരിക്കില്ല നിങ്ങൾക്ക് അല്ലെ. അപ്പൊ നമുക്ക് അങ്ങനെ പുതിയ കുറെ അറിവുകൾ കിട്ടി. ഈ അറിവുകൾ നമുക്ക് എക്സാം ആയിട്ട് ജയിക്കാൻ വേണ്ടി മാത്രം ആകരുത്. മറിച്ച് ഇപ്പൊ നിങ്ങളുടെ ഫാമിലിയിലോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കേസുകൾ പറയുമ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നില്ലേ, അത് അങ്ങനെയല്ല, അതിങ്ങനെയാണ് ഹോസ്പിറ്റലിലെ, ആണോ? പറയാറുണ്ടോ ആരെങ്കിലും? നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ ഇടയിലോ എന്തെങ്കിലും ഹോസ്പിറ്റൽ പരമായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോ നിങ്ങളുടെ അറിവ് നിങ്ങൾ പറയാറില്ലേ? ഞാൻ പഠിച്ചു, എനിക്ക് പഠിക്കാൻ ഉണ്ടായിരുന്നു എന്ന് പറയില്ലേ? അല്ലേ? അപ്പൊ നമുക്കത് എന്താ പറയുന്നത്?
നമുക്ക് പഠിക്കുന്നതിലുള്ള ഒരു ആത്മവിശ്വാസം, നമ്മൾ ഭയങ്കര ഒരു എന്താ പറയാ, നമുക്ക് മറ്റുള്ളവരോട് പറയുമ്പോ ഭയങ്കര ഹാപ്പി അല്ലേ, നമ്മൾ പഠിച്ചു കഴിഞ്ഞു അത് അല്ലേ. നമ്മുടെ ഒരു ആത്മവിശ്വാസം കൂടുതലാണ് ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾ എക്സാമ്പിൾ പറയണെങ്കിൽ ഇപ്പൊ ആംബുലൻസ് എന്നൊക്കെ പറഞ്ഞ ചാപ്റ്റർ ഉണ്ടായിരുന്നു, എടുത്തോ ആംബുലൻസ്. ആംബുലൻസ് നമ്മള് നോർമലി നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോഴും മറ്റും ആംബുലൻസ് ഒക്കെ പോകുമ്പോ ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് ഉണ്ടോ? ശ്രദ്ധിക്കാറില്ലേ? ആംബുലൻസ് പോകുമ്പോ അത് ഏത് ആംബുലൻസ് ആണ്, ബേസിക് ലൈഫ് സപ്പോർട്ട് ആണോ അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ആണോ, MICU ആണോ എന്ന് എത്ര പേര് ശ്രദ്ധിക്കാറുണ്ട്? ഇത് പഠിച്ചതിന് ശേഷം ശ്രദ്ധിക്കാറുണ്ട്. അശ്വതി ശ്രദ്ധിക്കുന്നുണ്ട്. ഓക്കെ, നിഷ, കുറച്ചു പേര് ശ്രദ്ധിക്കാറുണ്ട് അല്ലേ? ശ്രദ്ധിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ അത് നമ്മൾ എന്തുകൊണ്ടാണ് അങ്ങനെ ശ്രദ്ധിക്കുന്നത്? നമ്മളത് പഠിച്ചു, നമ്മൾ അതിനെ കുറിച്ച് ആഴത്തിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചു അല്ലെ. അതിന്റെ ഒരു ബേസിസിലാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഇനിയും നമ്മൾ അതിന്റെ കുറച്ചും കൂടി ഡിപ്ലോമ ലെവൽ കഴിഞ്ഞു, അതിന്റെ അടുത്തൊരു സ്റ്റെപ്പാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഈ പഠിക്കുന്നത് എക്സാമിന് വേണ്ടി മാത്രമല്ല ഞാൻ പഠിക്കുന്നത്, എനിക്ക് വേണ്ടി, എനിക്ക് നല്ലൊരു ഭാവിയിൽ ഫ്യൂച്ചറിൽ ജോലിക്ക് വേണ്ടിയിട്ടാണെന്ന് ആ ഒരു എന്താ പറയാ, എപ്പോഴും നമ്മുടെ മുന്നിൽ ആ ഒരു ലക്ഷ്യം വെച്ചിട്ട് വേണം പഠിക്കാൻ. ഓക്കെ, നമുക്കിനി ക്ലാസ്സിലേക്ക് പോകാം. ഫങ്ഷൻസ് ഓഫ് ഹോസ്പിറ്റൽ. ഓക്കെ, അപ്പോ നമ്മൾ പറഞ്ഞു ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അവിടെ ഒത്തിരി ഡിപ്പാർട്ട്മെന്റ്സുകൾ ഉണ്ട് അല്ലേ. ഏതൊക്കെയാണ് ഡിപ്പാർട്ട്മെന്റ്സുകൾ ഹോസ്പിറ്റലില്? പെട്ടെന്ന് പറയാട്ടോ, ഇതിനൊന്നും സമയം വേണ്ട, പെട്ടെന്ന് പറഞ്ഞേ. ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അവിടെ OPD ഉണ്ട്, ദെൻ IPD ഉണ്ട്. OPD പറഞ്ഞാൽ പിന്നെ IPD പറയണമല്ലോ അല്ലെ. ഓക്കെ, ദെൻ വേറെ എന്തൊക്കെയുണ്ട് ഡിപ്പാർട്ട്മെന്റുകളാണ്? Pharmacy, administration, emergency department, then dermatology, reception, casualty, then urology, laboratory, X-ray, scanning അല്ലേ. അപ്പൊ തുടങ്ങിയ ഒട്ടനവധി ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട് ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ. അവിടെ ക്ലിനിക്കൽ സ്റ്റാഫുകളും മറ്റു ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട്. ക്ലീനിങ് ഉണ്ട്, ലോണ്ടറി, ഹൗസ് കീപ്പിംഗ് അല്ലെ, അങ്ങനെയുള്ള ഡയറക്ടറി അല്ലെ. ഒട്ടനവധി പ്രവർത്തനങ്ങളാണ് ഒരു ഹോസ്പിറ്റലിൽ ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നത്. ഹോസ്പിറ്റലിന്റെ ആ ഒരു വർക്കിംഗ് ടൈം തുടങ്ങി വളരെയധികം പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഓരോ ഡിപ്പാർട്ട്മെന്റിലും അല്ലെ. പേഷ്യൻസുകൾ വരുന്നു, ഡോക്ടേഴ്സ് ഉണ്ട്, മറ്റു സ്റ്റാഫുകള്, ഓരോ സ്റ്റാഫുകളും അവരവരുടെ ഡ്യൂട്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ക്യാൻറ്റീൻ എല്ലാം ഓക്കെ ആണ്, ഡിപ്പാർട്ട്മെന്റുകളാണ്. അപ്പോ നോക്കാം, ഈ ഹോസ്പിറ്റൽ ഈസ് ഞാൻ വായിക്കാം കേട്ടോ, ഒന്ന് ശ്രദ്ധിക്കുക. ടെക്സ്റ്റ് ബുക്ക് ചെയ്യാൻ എനിക്ക് അറിയാം, കുഴപ്പമില്ല, സിമ്പിൾ ആണ്, ജസ്റ്റ് ഒന്ന് കേട്ട് മനസ്സിലാക്കാം കേട്ടോ. A hospital is an organization where a galaxy of activities take place in a day. അല്ലേ, ഒരു ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ഓർഗനൈസേഷൻ ആണ്. ഓക്കെ, ഒരു സംഘടനയാണ് ശരിക്കും, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ, ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഹോസ്പിറ്റൽ ഇസ് വേർ ഗാലക്സി ഓഫ് ആക്ടിവിറ്റീസ്. എന്ത് ഗാലക്സി ഉദ്ദേശിക്കുന്നത്? ഗാലക്സി പഠിച്ചിട്ടില്ലേ പണ്ട് സോഷ്യൽ സ്റ്റഡീസില്? പഠിച്ചിട്ടുണ്ടോ? പഴയ ഓർമ്മകളൊക്കെ നമുക്ക് കൊണ്ടുവരാം കേട്ടോ. ഗാലക്സി, ഒരു കൂട്ടം നക്ഷത്രങ്ങളുടെ ഒരു കൂട്ടം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ ചെറിയ ക്ലാസ്സില്? അപ്പൊ ഗാലക്സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗാലക്സി ഓഫ് ആക്ടിവിറ്റീസ് ആണെന്ന്. ഒരു ഹോസ്പിറ്റലില് ഒരു ദിവസത്തില് പ്ലേസ് ഇൻ എ ഡേ അല്ലെ, ഒരു ദിവസത്തിൽ നടക്കുന്നത് ഒട്ടനവധി പ്രവർത്തനങ്ങളാണ്, അല്ലെങ്കിൽ ഒരു കൂട്ടം അല്ലെ, ഒരു കൂട്ടം പ്രവർത്തനങ്ങളാണ് ഒരു ഹോസ്പിറ്റലില് ഒരു ദിവസത്തില് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തെല്ലാം പ്രവർത്തനങ്ങളാണ്? ചിലപ്പോ പേഷ്യൻസ് വരുന്നുണ്ട്, ഡോക്ടറെ കാണുന്നു, ദെൻ സർജറി നടക്കുന്നുണ്ട്, അതിന്റെ ഇടയിൽ ട്രീറ്റ്മെന്റ്സുകൾ നടക്കുന്നുണ്ട്, ടെസ്റ്റുകൾ ചെയ്യുന്നു, ദെൻ അതർ ക്ലീനിങ് ആക്ടിവിറ്റീസ്, ഹൗസ് കീപ്പിംഗ്, മറ്റു പ്രവർത്തനങ്ങൾ, അങ്ങനെ ഒട്ടനവധി പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരിടമാണ് എന്ത് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് അല്ലെ. നമ്മൾ പഠിച്ചതാണ്, നമ്മൾ കൂടുതൽ കണ്ടറിഞ്ഞു, അല്ലെങ്കിൽ നമ്മൾ കൂടുതലായിട്ടുള്ള അറിവ് നമുക്ക് ലഭിച്ചു. ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ഒട്ടനവധി പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണ്. ദെൻ ടെക്സ്റ്റ് ബുക്കിൽ അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. ടെക്സ്റ്റ് ബുക്കിൽ വായിക്കുമ്പോൾ അണ്ടർലൈൻ ചെയ്ത് വെക്കുക. These activities are based on the nature of services provided by the hospital and its quantity only depends on the size and demands of the hospital service. നമ്മൾ പറഞ്ഞു ഒരു ദിവസത്തില് ഒട്ടനവധി പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു സ്ഥാപനം, ഒരു ഓർഗനൈസേഷൻ ആണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ദെൻ ഈ പ്രവർത്തനങ്ങൾ, അതായത് നമ്മൾ പറഞ്ഞ പ്രവർത്തനങ്ങള്, ഹോസ്പിറ്റലിൽ നടക്കുന്ന പ്രവർത്തനങ്ങള് ഹോസ്പിറ്റലിൽ നൽകുന്ന ആ ഒരു സർവീസിന്റെ സ്വഭാവത്തെ അടിസ്ഥാനമാക്കിയിട്ടാണെന്ന്. അതായത് ഹോസ്പിറ്റലിൽ സർവീസസുകൾ കൊടുക്കുന്നുണ്ട് അല്ലെ. ഇപ്പോ ടെസ്റ്റുകൾ നടത്തുന്നു, അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ്, സർജറി ഇങ്ങനെയുള്ള സർവീസസുകൾ ഹോസ്പിറ്റലിൽ നടത്തുന്നു. സോ ഈ പ്രവർത്തനങ്ങള് ഹോസ്പിറ്റലിൽ നൽകുന്ന സേവനത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന്. Then only depend on the size and demand of the hospital service.
ദെൻ ഇത് ഹോസ്പിറ്റലിന്റെ വലുപ്പത്തെയും അവിടുത്തെ സേവനത്തെയും അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കുന്നു അല്ലെ. ഇപ്പൊ നമുക്കറിയാം, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചില ഹോസ്പിറ്റലുകൾ ഭയങ്കര മൾട്ടി ഡെവലപ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലൊക്കെ ഉണ്ടാകും. അവിടെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിന്റെ സേവനം ഉണ്ടാകും അല്ലെ. അപ്പൊ അവിടെ എക്സ്ട്രാ കുറേ പ്രവർത്തനങ്ങളോട് നടക്കുന്നുണ്ട്. വലിയ വലിയ സർജറികൾ, മേജർ സർജറികളൊക്കെ നടത്തും, അല്ലെങ്കിൽ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് അല്ലെ, അങ്ങനെയുള്ള സർജറികളൊക്കെ നടത്തും. അതോടൊപ്പം തന്നെ ചെറിയ ഹോസ്പിറ്റലുകൾ, അത്യാവശ്യം സജ്ജീകരണങ്ങളൊക്കെ ഉള്ള ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ, പക്ഷെ ഈ രണ്ട് സൈസിലും ഒരേ പ്രവർത്തനങ്ങളായിരിക്കോ? ആണോ? ഒരു ചെറിയ നോർമൽ ഒരു ഹോസ്പിറ്റലിലും അതോടൊപ്പം തന്നെ ഒരു മൾട്ടി ലെവൽ ഹോസ്പിറ്റലിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ സെയിം ആണോ? അല്ല. എന്തുകൊണ്ടാണ് സെയിം അല്ല എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് സെയിം അല്ലാത്തത്? അതിന് റീസൺ ഇല്ലേ? എന്തുകൊണ്ടാണ്? അതായത് ചെറിയ ഹോസ്പിറ്റലിൽ ചിലപ്പോൾ അതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ടാവില്ല അല്ലേ. ചിലപ്പോ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിന്റെ അഭാവം ഉണ്ടാകാം അല്ലെ. അപ്പോ അതുകൊണ്ടാണ് എന്താ പറയുന്നത്, ഇറ്റ് ഈസ് ഇറ്റ്സ് ക്വാണ്ടിറ്റി, അതിന്റെ അളവ് എന്ന് പറയുന്നത്, അതായത് സർവീസസ് കൊടുക്കുന്നതിന്റെ അളവ് ഡിപെൻഡ് ഓൺ സൈസ് ആൻഡ് ഡിമാൻഡ് ഓഫ് ദ ഹോസ്പിറ്റൽ സർവീസ്. ഹോസ്പിറ്റലിന്റെ സൈസിനനുസരിച്ച് കൊണ്ടാണ് അവിടുത്തെ പ്രവർത്തനങ്ങളും അതിന്റെ അളവ്, ക്വാണ്ടിറ്റി വ്യത്യാസപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, ഇത് ഇത്രയുമാണ് അവിടെ പറയുന്നത്. അതായത് ഇപ്പൊ വലിയ വലിയ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ അവിടെ ഫെസിലിറ്റികൾ കൂടുതൽ ഉണ്ടാകും, അതോടൊപ്പം തന്നെ സ്പെഷ്യൽ ഡോക്ടേഴ്സ് ഉണ്ടാകും അല്ലേ. സ്പെഷ്യൽ സർവീസസ് ഉണ്ടാകും, അതുപോലെ തന്നെ വലിയ വലിയ ട്രീറ്റ്മെന്റ്സുകളൊക്കെ നടക്കും. ദെൻ അതേ മറിച്ച് സൈസ് വളരെ സ്മോൾ സൈസ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ ആണെങ്കിൽ ബേസിക് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് കാര്യങ്ങൾ മാത്രമേ ഉണ്ടാകുള്ളൂ. ഓക്കെ, അപ്പൊ ഹോസ്പിറ്റലിന്റെ സൈസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് അവിടുത്തെ സേവനങ്ങളും വരുന്നത്. Then the functions of the hospital differ from word to mouth. It highly depends on the perspective of a person. അതായത് എന്താണ് പറയുന്നത്? The functions of the hospital differ from word to mouth. ഒരു ഹോസ്പിറ്റലിന്റെ ഫങ്ഷൻസ്, പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ഡിഫർ ഫ്രം വേർഡ് ടു മൗത്ത്. നമുക്ക് എന്താ പറയാ, പറഞ്ഞറിയിക്കാൻ പറ്റാത്തതിലപ്പുറം പ്രവർത്തനങ്ങളാണ് അല്ലെ. നമുക്ക് എന്താ പറഞ്ഞറിയിക്കുന്നതിൽ ഉപരി അതിനപ്പുറം ഒത്തിരി പ്രവർത്തനങ്ങളാണ്, അല്ലെങ്കിൽ ഫങ്ഷൻസ്, അത്രയും പ്രവർത്തനങ്ങളാണ് ഒരു ഹോസ്പിറ്റൽ ഫോളോ ചെയ്ത് പോകുന്നത്. ഇറ്റ് ഹൈലി ഡിപെൻഡ്സ് ഓൺ ദ പെർസ്പെക്റ്റീവ് ഓഫ് എ പേഴ്സൺ. ഇതെല്ലാം ഒരു പേഴ്സണെ തന്നെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് പോകുന്നത്. അതായത് ഒട്ടനവധി പ്രവർത്തനങ്ങളാണ്, ഫങ്ഷൻസ് ആണ് നടക്കുന്നത്. നമുക്ക് ശരിക്കും ഒരു വാക്കിലൂടെ പറഞ്ഞ് നമുക്ക് ചില കാര്യങ്ങൾ നമ്മൾ പറയില്ലേ, അത് കണ്ടറിയണം. നമുക്ക് ഒരാൾ പറയുന്നതിലൂടെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റില്ല. നേരിട്ട് നമ്മൾ എന്താ എക്സ്പീരിയൻസിൽ ചെയ്താൽ അറിയാൻ പറ്റുള്ളൂ എന്ന് പറയും ഇല്ലേ, പറയാറില്ലേ? കോമൺ ആയിട്ട് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയുമ്പോ, ഇപ്പൊ ഞാൻ പറയുന്നതിലപ്പുറം നീ അവിടെ ചെന്ന് കാണണം എന്നൊക്കെ പറയും ഇല്ലേ. ഓക്കെ, അതുപോലെ തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഹോസ്പിറ്റലിന്റെ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കുന്നതിൽ അപ്പുറം ഒത്തിരി കാര്യങ്ങളാണ് ഒരു ഹോസ്പിറ്റലിന്റെ ഫങ്ഷൻസിൽ വരുന്നത്. ഓക്കെ, അപ്പോ ബട്ട് ജനറലി ദ ഫങ്ഷൻസ് ഓഫ് എ ഹോസ്പിറ്റൽ ക്യാൻ ബി കാറ്റഗറൈസ്ഡ് ആസ് ഫോളോസ്. നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിൽ അപ്പുറം ഫങ്ഷൻസ് ഉണ്ടെങ്കിലും നമ്മൾ മെയിൻ ആയിട്ട് 4 ടൈപ്പാണ് നമ്മൾ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് ഫങ്ഷൻസിന്. ഓക്കെ, ഒട്ടനവധി ഉണ്ട്, പക്ഷെ നമുക്കത് ഒന്നും എടുത്തെടുത്ത് പറയാൻ പറ്റില്ല. പകരം നമ്മൾ അതിനെ 4 ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നു ഹോസ്പിറ്റലിന്റെ ഫങ്ഷൻസിന്. ഓക്കെ, ഇപ്പൊ ജനറൽ ആയിട്ട് നമ്മൾ ഈ 4 ഫങ്ഷൻസ് ആണ് ഫോളോ ചെയ്ത് പോകുന്നത്. ഓക്കെ, ഒട്ടനവധി ഉണ്ട് എങ്കിലും നമ്മൾ എന്താണ് ഇന്ററാമ്യൂറൽ ഫങ്ഷൻസും ഒട്ടനവധി ഫങ്ഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പോ അതിനെ നമുക്ക് പഠിക്കാനായിട്ട് എളുപ്പത്തിൽ നമ്മൾ 4 ആയിട്ട് അതിനെ തരംതിരിച്ചിരിക്കുന്നു. ഓക്കെ, ക്ലിയർ ആണോ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം ആ പാരഗ്രാഫ്. ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ മാത്രം പറഞ്ഞിട്ടുള്ളൂ. വളരെ സിമ്പിൾ ആണ്, ഏറ്റവും സിമ്പിൾ ആക്കി തന്നെയാണ് ഞാൻ നിങ്ങളോട് എത്തിച്ചിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ക്ലിയർ ആണോ? ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തില്ലേ?
ക്ലിയർ ആണോ? നമ്മൾ പഠിച്ച കോമൺ ആയിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. പിന്നെ ചില വാക്കുകളൊക്കെ കുറച്ച് വളച്ചൊടിച്ച് കൊടുക്കുന്നത് മാത്രം. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാല് ഒരു ഒട്ടനവധി പ്രവർത്തനങ്ങൾ, ഒരു ദിവസത്തിൽ തന്നെ ഒട്ടനവധി പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു ഏരിയയാണ് അല്ലെ. ദെൻ നമ്മൾ സയൻസിനെയൊക്കെ അനുസരിച്ചുകൊണ്ട് അവിടുത്തെ വ്യത്യാസങ്ങളൊക്കെ വരും. നമ്മൾ നോക്കിയത് ജനറൽ ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് 4 നമ്മൾ ഒരു ഹോസ്പിറ്റലിന്റെ ഫംഗ്ഷൻസിന് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. എന്തൊക്കെയാണ് 4 എന്ന് നോക്കാം. ഫസ്റ്റ് വൺ ക്യൂറേറ്റീവ് ഫംഗ്ഷൻ, ദെൻ പ്രിവെന്റീവ് ഫംഗ്ഷൻ, ട്രെയിനിങ് ഫംഗ്ഷൻ, റിസർച്ച് ഫംഗ്ഷൻ. ഓക്കെ, 4 പേരുകള്, ആദ്യം 4 പേരുകൾ തന്നെ പഠിച്ചു വെക്കുക കേട്ടോ. എന്തൊക്കെയാണ്? ക്യൂറേറ്റീവ് ഫംഗ്ഷൻ, പ്രിവെന്റീവ്, ട്രെയിനിങ്, ദെൻ റിസർച്ച് ഫംഗ്ഷൻ. ഓക്കെ, ക്യൂറേറ്റീവ്, പ്രിവെന്റീവ്, ട്രെയിനിങ് ആൻഡ് റിസർച്ച് 4 ഫംഗ്ഷൻസ് ആണ്. വേണമെങ്കിൽ നിങ്ങൾ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഓരോ ഫംഗ്ഷൻസിന്റെ ഫസ്റ്റ് ലെറ്റർ ഒന്ന് എടുത്ത് എഴുതി നോക്കിയേ. ക്യൂറേറ്റീവ് C, പ്രിവെന്റീവ് P, then training T, then research function R. Okay, CPTR. Okay, just കോഡ് ആണ് നമ്മളുടെ, നമ്മൾ ഇടയ്ക്ക് കോഡൊക്കെ ഇട്ട് പഠിക്കാം കേട്ടോ. ഓക്കെ, CPTR. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിൽ കിട്ടുമ്പോൾ എഴുതി വെക്കുക CPTR എന്ന്. അപ്പൊ നിങ്ങൾ ഈ CPTR മാത്രം പഠിച്ചാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യുന്നത് ഇഷ്ടമുള്ള ഒരു കാര്യം ഒരെണ്ണം വിട്ടുപോയാൽ ബാക്കിൽ നിന്ന് മൊത്തം പോകും. അപ്പോ ചില കാര്യങ്ങളൊക്കെ നമുക്ക് കോഡ് വെച്ചൊക്കെ പഠിക്കാം. അപ്പൊ PSC ഒക്കെ പഠിക്കുമ്പോൾ നമ്മള് കോഡ് വെച്ചൊക്കെ പഠിക്കാറില്ലേ? ഉണ്ടോ? PSC ഒക്കെ പഠിക്കുമ്പോൾ നമ്മളെ എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടി കോഡ് വെച്ച് പഠിക്കുമല്ലോ. ഓക്കെ, അപ്പൊ എന്റെ ക്ലാസ്സിലും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. നമ്മള് ചില കാര്യങ്ങളൊക്കെ കോഡ് വെച്ച് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നുണ്ട്. ഓക്കെ, ഓൾറെഡി പഴയ ക്ലാസ്സിലൊക്കെ നമ്മൾ കോഡ് വെച്ചൊക്കെ പഠിക്കാറുണ്ട് അല്ലെ. PNC ഓർമ്മയുണ്ടോ? PNC ഒരു കോഡായിരുന്നു നമ്മൾ പഠിച്ചത്. ഏതായിരുന്നു PNC? ഓർമ്മയുണ്ടോ? 5th 6th ബാച്ചിലെ കുട്ടികൾക്കാണെങ്കിൽ PNC ഓർമ്മയുണ്ടോ? പേഷ്യന്റ് സ്പേസ്, നഴ്സിംഗ് സ്പേസ്, കോറിഡോർസ്, ഓർക്കലുണ്ടോ? വാർഡിനുള്ളിലെ കാര്യങ്ങള്, കോൺസ്റ്റിറ്റ്യുവൻസ്. ഓക്കെ, അപ്പോ ഈ നമുക്ക് അങ്ങോട്ട് കോഡ് വെച്ചൊക്കെ പഠിക്കാം കേട്ടോ. ഓക്കെ, അപ്പോ ക്യൂറേറ്റീവ് ഫംഗ്ഷൻ, പ്രിവെന്റീവ് ഫംഗ്ഷൻ, ട്രെയിനിങ് ഫംഗ്ഷൻ ആൻഡ് റിസർച്ച് ഫംഗ്ഷൻ. ഓക്കെ, അപ്പോ അതിനാണ് നമ്മൾ ഷോർട്ട് ഫോം ആയിട്ട് വേണമെങ്കിൽ CPTR എന്ന് എഴുതി വെക്കാം. ആവശ്യമുള്ളവർക്ക് പഠിക്കാം, അല്ലെങ്കിൽ എന്താ ബൈ ഹാർട്ട് ചെയ്യുന്നവരാണെങ്കിൽ ബൈ ഹാർട്ട് ചെയ്യുന്നോളൂ. ഞാൻ ഇങ്ങനെ കോഡ് വെച്ചൊക്കെ പഠിച്ചാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പം മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അപ്പൊ ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ക്യൂറേറ്റീവ് ഫംഗ്ഷൻ. ഈ ടേം നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമല്ലോ. ക്യൂറേറ്റീവ് എന്താ മീനിങ്? ക്യൂറേറ്റീവ് എന്ന് വെച്ചാൽ എന്താ മീനിങ്? ക്യൂർ ആകുക. ഓക്കെ, എന്താ ക്യൂർ എന്ന് വെച്ചാൽ മീനിങ്? രോഗശാന്തി അല്ലെ. അപ്പോ രോഗശാന്തിക്കായിട്ടുള്ള അല്ലെങ്കിൽ രോഗശമനത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ക്യൂറേറ്റീവ് ഫംഗ്ഷൻ അല്ലെ. രോഗം മാറ്റുക. രോഗം മാറ്റുക എന്ന് പറയുമ്പോ അതിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും വരുന്നത്? രോഗം മാറ്റുക, മെഡിസിൻ വരും. ഓക്കെ, ദെൻ വേറെ എന്തെല്ലാം കാര്യങ്ങൾ വരും? ട്രീറ്റ്മെന്റ് വരാം. ദെൻ ആചരണം പരിചരണമാണോ ഉദ്ദേശിച്ചത് നിഷ? പാലിയേറ്റീവ് കെയർ വരാം, ഡയഗ്നോസിസ് അല്ലെ, ടെസ്റ്റുകൾ വരാം. ദെൻ മറ്റ് ഇപ്പൊ എക്സ്റേ എടുക്കുന്നതോ സ്കാനിങ് എടുക്കുന്നതോ നമ്മള് ഹോസ്പിറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു രോഗി പരിചരണത്തിന്, ഒരു രോഗിയുടെ ചികിത്സയ്ക്കും അല്ലെ, ഓരോ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും അസുഖമായ CPR, ഡയറ്റ് എല്ലാം വരാം അല്ലെ. അപ്പൊ ഒരു എന്താ പറയാ പേഷ്യൻസിന് നൽകുന്ന എല്ലാ പരിചരണങ്ങളും നമുക്ക് ഒരു ക്യൂറേറ്റീവ് ഫംഗ്ഷൻസിൽ ഇൻക്ലൂഡ് ചെയ്യാം അല്ലെ. ടെസ്റ്റുകൾ നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പൊ എക്സ്റേ എടുക്കാം, സ്കാനിങ്, ദെൻ മറ്റ് എല്ലാ പ്രൊസീജിയറുകളും നമുക്ക് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. ക്യൂറേറ്റീവ് എല്ലാം പേഷ്യൻസിന്റെ രോഗശമനത്തിന് വേണ്ടിയിട്ടാണ് അല്ലെ. പേഷ്യൻസിന്റെ രോഗം ഭേദമാകാനായിട്ട് നമ്മൾ എടുക്കുന്ന ട്രീറ്റ്മെന്റ്സുകളാകാം, അല്ലെങ്കിൽ ടെസ്റ്റുകളാകാം. ഒരു പേഷ്യൻസിന് വേണ്ടി നമ്മൾ നൽകുന്ന എല്ലാ പരിചരണവും അല്ലെങ്കിൽ പേഷ്യൻസിന് നമ്മൾ കൊടുക്കുന്ന എല്ലാ കെയറുകളുമാണ് ക്യൂറേറ്റീവ് ഫംഗ്ഷൻസിൽ വരുന്നത്. ക്ലിയർ ആണോ? ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്ന് മാത്രം. ഇനി നമുക്ക് ഓരോ പോയിന്റും എടുത്ത് പഠിക്കാനുണ്ട്. ക്യൂറേറ്റീവ് ഫംഗ്ഷൻ, രോഗശമന പ്രവർത്തനങ്ങൾ. നിങ്ങൾ ഓരോ പോയിന്റ് വായിക്കുമ്പോഴേ നമുക്ക് അറിയില്ലാത്ത പുതിയ വേർഡ്സുകളൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനിയുള്ള ക്ലാസ്സുകളിലും അങ്ങനെ ചെയ്യാം കേട്ടോ. പുതിയ ടേംസ് കാര്യങ്ങളൊക്കെ, മെഡിക്കൽ ടേംസുകളൊക്കെ വരുമല്ലോ. അറിയാത്ത വേർഡ്സുകളും ടേമുകളൊക്കെ വരികയാണെങ്കിൽ ഒന്ന് മലയാളത്തിൽ തന്നെ ഒന്ന് എഴുതി വെക്കുക നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ. ഓക്കെ, നിങ്ങൾക്ക് നാളെ അത് വായിക്കുമ്പോൾ അവിടെ ഡൗട്ട് ഒന്നും വരില്ല. ഓക്കെ, നമുക്കറിയാത്ത കാര്യങ്ങൾ നമ്മൾ എഴുതി വെക്കാം. നമുക്ക് പുതിയ അറിവില്ലേ അല്ലെ. അല്ലെങ്കിൽ നമ്മൾ അറിയാത്ത കാര്യങ്ങളെ പിറ്റേ ദിവസം ഇപ്പൊ ക്ലാസ്സിലൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകും
ക്ലാസ് കഴിഞ്ഞ ഒരു 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ നോക്കുന്നത് അല്ലേ? 12:30 വരെയാണോ ക്ലാസ്? എന്ത് പറ്റി 12:30-ക്ക്? ഓക്കെ, നമുക്ക് കൂടുതൽ അറിവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. കാരണം നമ്മൾ 2 ദിവസം കഴിഞ്ഞ് വായിക്കുമ്പോൾ അതെന്താണെന്നുള്ള മീനിങ് കിട്ടില്ല അല്ലെ? അപ്പൊ മീനിങ് കിട്ടാതെ വായിക്കരുതും. നമ്മൾ ഒരിക്കലും സംശയം വെച്ച് നിങ്ങൾ പഠിക്കാനും പാടില്ല, വായിക്കാനും പാടില്ല. ഓക്കെ, അപ്പൊ അറിയാത്ത പുതിയ ടേമുകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഉചിതം പോലെ നിങ്ങൾക്ക് അറിയാത്ത ഏതൊക്കെയാണോ അത് ക്ലാസ്സിൽ ടീച്ചേഴ്സ് പറയുമ്പോൾ നിങ്ങളൊന്ന് എഴുതി വെക്കാം. ഓക്കെ, ഇതൊക്കെയാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ള ആദ്യ പടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ദെൻ ക്യൂറേറ്റീവ് ഫംഗ്ഷൻ ആണ് നമ്മൾ പറഞ്ഞത്. പേഷ്യൻസിന് നമ്മൾ കൊടുക്കുന്ന എല്ലാ തരത്തിലുള്ള പരിശീലനങ്ങളെയും പ്രവർത്തനങ്ങളെയും നമുക്ക് എന്ത് വിളിക്കാം? ക്യൂറേറ്റീവ് ഫംഗ്ഷൻ എന്ന് വിളിക്കാം. ദെൻ സെക്കൻഡ് വൺ പ്രിവെന്റീവ് ഫംഗ്ഷൻ. എന്താ പ്രിവെന്റീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ? പ്രിവെന്റീവ് മീനിങ് പ്രിവെന്റീവ് രോഗങ്ങള് വരാതിരിക്കാൻ അല്ലെ? നമ്മൾ രോഗങ്ങളെ തടയുക, പ്രതിരോധ പ്രവർത്തനങ്ങൾ. എന്തൊക്കെയാണ് പ്രതിരോധ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുന്നത് രോഗം വരാതിരിക്കാനായിട്ട്? എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് നമ്മൾ പ്രിവെന്റീവ് അല്ലെങ്കിൽ പ്രതിരോധ കെയറിന് കൊടുക്കുന്നത്? വാക്സിൻ അല്ലെ? ഇമ്മ്യൂണൈസേഷൻ വാക്സിനുകൾ കൊടുക്കും. ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ പറയാവുന്നത് ഏതാണ്? നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് കോവിഡ് വന്നു അല്ലെ? കോവിഡ് വന്നപ്പോൾ വരാതിരിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്തു? വാക്സിൻ എടുത്തു. ഫസ്റ്റ് ഡോസ്, സെക്കൻഡ് ഡോസ്, ബൂസ്റ്റർ ഡോസ് എല്ലാവരും എടുത്തില്ലേ? എടുത്തോ? എടുത്തില്ലേ? ആരും എടുത്തില്ല? നിങ്ങള് എടുത്തല്ലോ. ചിലപ്പോൾ ബൂസ്റ്റർ എടുത്തിട്ടുണ്ടാവില്ല അല്ലെ? എങ്കിലും ഈ തോന്നുന്നു ഫസ്റ്റ് സെക്കൻഡ് ഡോസ് ഒക്കെ എല്ലാവരും കമ്പൽസറി ആയിട്ട് നമ്മൾ എടുത്തു. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ എടുത്തത്? എന്തിനു വേണ്ടിയിട്ടാണ്? കോവിഡ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് എടുത്തു. എങ്കിലും വന്നവരൊക്കെ ഉണ്ട് അല്ലെ? വാക്സിൻ എടുത്തിട്ടും കോവിഡ് ഒക്കെ വന്നല്ലോ. എങ്കിലും അതുപോലെ തന്നെ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് എടുക്കും അല്ലെ? ഇപ്പൊ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോരോ വാക്സിൻ ഉണ്ട്. ഇപ്പൊ 1.5 മാസത്തിലെ വാക്സിൻ ഉണ്ട്, 3.5 മാസം, പിന്നെ ഒരു 5 വയസ്സില് 10 വയസ്സില്. ഇതൊക്കെ നമ്മൾ എടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് ഇഷ്ടമുള്ളതിൽ എല്ലാവരും എടുക്കാറുണ്ട്. ആരും അങ്ങനെ എടുക്കാതിരിക്കില്ല. കാരണം നമ്മൾ അതിനെ ഓരോരോ അസുഖങ്ങളെ പ്രതിരോധത്തിന് വേണ്ടിയിട്ടാണ് അല്ലെ? ഭാവിയില് ഫ്യൂച്ചറില് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ദെൻ വൈറ്റമിൻസ് കൊടുക്കാറുണ്ട് അല്ലെ? അതായത് വൈറ്റമിൻ എ ഒക്കെ നമ്മൾ കൊടുക്കാറുണ്ട് കുഞ്ഞുങ്ങൾക്ക് അല്ലെ? അപ്പൊ അതൊക്കെ നമ്മൾക്ക് എന്തിനാണ്? പ്രതിരോധമാണ്, പ്രിവെന്റീവ് ആണ്. ഇമ്മ്യൂണിറ്റി പവർ ഒക്കെ കൂടാൻ വേണ്ടിയിട്ടൊക്കെ തന്നെയാണ് അല്ലെ? നമുക്ക് ഇങ്ങനെയുള്ള പ്രിവെന്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പരമാവധി അസുഖങ്ങളൊക്കെ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. ദെൻ നമ്മളുടെ ആരോഗ്യത്തെ കുറച്ചും കൂടി ജനങ്ങളുടെ ആരോഗ്യത്തെ പ്രോത്സാഹിപ്പിക്കാനും നമുക്ക് സാധിക്കുന്നു. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക. ഇപ്പൊ കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിൽ കറക്റ്റ് ആയിട്ട് വാക്സിൻ ഒക്കെ കൊടുക്കുക. ദെൻ ആ ഒരു കറക്റ്റ് സമയപരിധിക്കുള്ളിൽ തന്നെ ഇപ്പോ 1.5 മാസത്തിന്റെ ആണെങ്കിലും അല്ലെങ്കിൽ 2.25 അല്ലെങ്കിൽ 3.5 മാസം, 5 വയസ്സ്, അത് കഴിഞ്ഞിട്ട് 10 പിന്നെ 15 വയസ്സിലൊക്കെ ഇഞ്ചക്ഷൻ ഒക്കെ ഉണ്ട് അല്ലെ? അപ്പൊ ഇതൊക്കെ കൃത്യമായിട്ടൊക്കെ എടുത്താൽ മാത്രമേ നമുക്ക് പരമാവധി വരുന്ന അസുഖങ്ങളെയൊക്കെ പ്രിവെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ ഇപ്പൊ നമ്മൾ അതുപോലെ തന്നെ നമ്മൾ TT ഒക്കെ എടുക്കാന്ന് പറയും ഇല്ലേ? ഇപ്പൊ പട്ടിയോ പൂച്ചയോ ഒക്കെ കടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ TT ഒക്കെ എടുക്കും. അതൊക്കെ പ്രിവെന്റേഷൻ ആണ് ശരിക്കും. ദെൻ അത് സെപ്റ്റിക് ആവാണ്ടിരിക്കാനും അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ ഹെൽത്ത് ചെക്കപ്പുകളൊക്കെ നടത്താം അല്ലെ? ഇപ്പൊ ചില വ്യക്തികളൊക്കെ ഉണ്ട് കേട്ടോ. മാക്സിമം എനിക്ക് തോന്നുന്നു 45 ഡേയ്സിന്റെ 45 ഡേയ്സിന്റെ കഴിഞ്ഞു 1.5 മാസത്തിന്റെ ഇഞ്ചക്ഷൻ അല്ലെ? ഫസ്റ്റ് ഡോസ്. ഓക്കെ, അപ്പോ ഫസ്റ്റ് നമ്മൾ BCG ഒക്കെ എടുക്കും. കുഞ്ഞ് ജനിച്ചുടനെ എടുക്കുന്നത് BCG ആണ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ 45 ഡേയ്സിന്റെ ഉണ്ട്. അല്ലെ? അങ്ങനെ ഓരോ വാക്സിനൊക്കെ അത് കൃത്യമായിട്ട് എടുക്കുക. കാരണം അതിലൂടെയൊക്കെ നമ്മൾ മാക്സിമം അസുഖങ്ങളെ, ഇപ്പൊ പണ്ട് കാലത്ത് വന്നിരുന്ന അസുഖങ്ങളൊക്കെ ഇപ്പൊ വളരെ കുറവാണ് ഇല്ലേ? പഴയ കാലങ്ങളിലൊക്കെ ആണെങ്കിലേ ഇങ്ങനെയുള്ള വാക്സിന്റെ അങ്ങനെയുള്ള ഒരു ഇതൊന്നും കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നില്ല അല്ലെ? ഇപ്പോഴല്ലേ പുതിയ എനിക്ക് എപ്പോഴും എടുത്തു. ഓക്കെ, എന്തായിരുന്നു? ഏത് വാക്സിനാ എടുത്തത്? ഡൗൺ ഏത് വാക്സിനാ എടുത്തത്? ഇപ്പോൾ എടുത്തെന്ന് പറഞ്ഞത് ലേറ്റസ്റ്റ് ഓക്കെ. അപ്പൊ വാക്സിൻ എടുത്തു. ഓക്കെ, നമുക്ക് പ്രിവെന്റേഷനൊക്കെ വേണ്ടി വാക്സിൻ ഒക്കെ എടുക്കാറുണ്ട് അല്ലെ? ഇപ്പൊ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ. ചിലവർക്ക് ഇതുപോലെ തന്നെ ഇപ്പോഴും അസുഖങ്ങളൊക്കെ വരുന്നവരൊക്കെ ആണെങ്കിലും ചൈനയിൽ ഇപ്പോഴും ഉണ്ട്. പുതിയ വൈറസ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അല്ലെ? താമസിയാതെ നമ്മുടെ ഇവിടേക്കും വരുമെന്ന് നമുക്ക് വിചാരിക്കാം, വരല്ലേന്ന് പ്രാർത്ഥിക്കാം അല്ലെ? അപ്പൊ അങ്ങനെ പുതിയ വൈറസ് വരുമ്പോ വീണ്ടും പുതിയ വൈറസിന് വേണ്ടിയിട്ടുള്ള അടുത്ത ബൂസ്റ്റർ ഡോസുകളും ഓക്കെ. അപ്പൊ ഇമ്മ്യൂണിറ്റി ആണ് എടുത്തത്. ഓക്കെ, അപ്പൊ അതൊക്കെ കൃത്യമായിട്ടൊക്കെ എടുക്കുക. കാരണം നമുക്ക് പരമാവധി പ്രിവെന്റേഷൻ, രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള മെഡിസിൻസ് കണ്ടുപിടിക്കുന്നതും അതോടൊപ്പം തന്നെ ഈ മെഡിസിൻസ് എടുക്കുന്നത്. ഓക്കെ,
ഇപ്പൊ പ്രിവെന്റീവ് ഫങ്ഷൻസ് ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ദെൻ നെക്സ്റ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ട്രെയിനിങ് ഫംഗ്ഷൻ ആണ്. ഓക്കെ, ട്രെയിനിങ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ പരിശീലന പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരിക്കും? പരിശീലന പ്രവർത്തനങ്ങൾ എന്ന് പറയാം. എക്സാമ്പിള് ട്രെയിനിങ് കൊടുക്കാന്ന് പറയില്ലേ? ഇപ്പോ ടീച്ചേഴ്സിനായാലും സ്റ്റുഡൻസിനായാലും ട്രെയിനിങ് ഒക്കെ കൊടുക്കും അല്ലെ? ടീച്ചിങ് ആണോ ട്രെയിനിങ്? ടീച്ചിങ് പോലെ പറയാം അല്ലെ? ട്രെയിനിങ് നമ്മൾ കൊടുക്കാറുണ്ട്. എന്തൊക്കെയാണ് ട്രെയിനിങ് കൊടുക്കാന്ന് പറഞ്ഞാലോ? നഴ്സസിനൊക്കെ നമുക്ക് ട്രെയിനിങ് കൊടുക്കാം. ദെൻ അതോടൊപ്പം തന്നെ അതായത് ടെക്നിക്കൽ മേഖലയിൽ, അതായത് ഹോസ്പിറ്റലുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ടെക്നിക്കൽ മേഖലയിലും അതുപോലെ തന്നെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ നമുക്ക് കുറച്ചും കൂടി ട്രെയിനിങ്സുകൾ കൊടുക്കാം. നഴ്സിംഗിനായാലും ഫാർമസിസ്റ്റിനാണെങ്കിലും. അപ്പോ അങ്ങനെയുള്ള നമുക്ക് ട്രെയിനിങ്സുകൾ കൊടുക്കാം. കൂടുതൽ പുതിയ പുതിയ എന്താണ് ടെക്നിക്കുകളെ കുറിച്ച് പഠിക്കാനും അല്ലെങ്കിൽ പുതിയ പുതിയ കോഴ്സുകൾ ഉദ്ദേശിക്കുന്നത് അവരുടെ ഫീൽഡിൽ തന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് പുതിയ പുതിയ ടെക്നിക്കൽ കോഴ്സുകളും പുതിയ ജോബൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഫസ്റ്റ് ചിലപ്പോ 3 month ട്രെയിനിങ് ആണെന്നൊക്കെ പറയും ഇല്ലേ? ട്രെയിനിങ്ങിലൂടെ നമുക്ക് എന്താണ് ചെയ്യുന്നത്? ശരിക്കും നിങ്ങൾ മറ്റു മേഖലയിൽ വർക്ക് ചെയ്യുന്നവരുണ്ടോ? ആരെങ്കിലോ വർക്ക് ചെയ്യുന്നവരുണ്ടോ? എല്ലാവരും സ്റ്റുഡൻസ് ആണോ? ഹോസ്പിറ്റൽ റിലേറ്റഡ് വർക്ക് ചെയ്യുന്നവരുണ്ടോ? ആരെങ്കിലോ? ആരുമില്ല. വേറെ ഏതെങ്കിലും മേഖലയിൽ ഉണ്ട്. ഓക്കെ, ദേവി കൃഷ്ണ എന്ന് വേറെ മറ്റു ഇതാണോ ചെയ്തിരുന്നു? ഓക്കെ, നമ്മളെല്ലാം ലാബ് ടെക്നീഷ്യൻ ആയിട്ടാണ്. ഓക്കെ, ഇപ്പൊ നിലവില് പോകുന്നില്ല. അങ്ങനെയാണോ? പോയിരുന്നാണോ? ലാബ് ടെക്നീഷ്യന്മാരാണോ എല്ലാവരും? മിക്കവരും ലാബ് ടെക്നീഷ്യൻ ആണോ? നേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ഹോസ്പിറ്റൽ ആയിട്ടുള്ള എല്ലാവരും ഉണ്ട് നമ്മുടെ ക്ലാസ്സില് അല്ലെ? അപ്പോ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചാൽ കുഴപ്പമില്ലല്ലോ. നമുക്ക് നേഴ്സ് ഉണ്ട്, ലാബ് ടെക്നീഷ്യന്മാരുണ്ട് അല്ലെ? നമുക്ക് അതുമായിട്ട് റിലേറ്റഡ് ഒക്കെ വരുമ്പോ നമുക്ക് ഇവരായിട്ടോട് ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, ആയുർവേദ നേഴ്സ് ഉണ്ട്. ഓക്കെ, സിവിൽ എഞ്ചിനീയർ ആണ്. ഓക്കെ, ടോം സിവിൽ എഞ്ചിനീയർ കംപ്ലീറ്റ് ചെയ്തതാണ്. ഓക്കെ, ദെൻ എന്ത് പറ്റിയപ്പോ ഇപ്പൊ നമുക്ക് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞൊരു ഫീൽഡിലോട്ട് ആഗ്രഹം തോന്നിയിട്ടാണോ? ഇല്ല. എന്ത് പറ്റി പിന്നെ ആഗ്രഹം ഇല്ല? നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തില്ലെന്നാണോ പറഞ്ഞത്? തയ്യാറ് വന്നു. ഓക്കെ ഓക്കെ, അപ്പൊ അത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഇങ്ങനെ ഒരു കോഴ്സ് ഓൺലൈൻ ആയിട്ട് ചെയ്യാനായിട്ട് അല്ലെ? ഓക്കെ, മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻസ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഹോസ്പിറ്റലുമായിട്ട് എല്ലാ മേഖലയിലുള്ള ആളുകളുണ്ട് കേട്ടോ. അപ്പൊ പഠിക്കാൻ കുഴപ്പമില്ലല്ലോ. എനിക്ക് ക്ലാസ് എടുക്കാനും നല്ല എളുപ്പമായി അല്ലെ? ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള കൂടുതൽ അറിവുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ. ബാക്കി സ്റ്റുഡൻസും ഉണ്ട്. നമുക്ക് എല്ലാവരും ഒരുപോലെ തന്നെയാണ് കേട്ടോ സ്റ്റുഡൻസ്. നമുക്ക് ഇന്ന ലെവല് അല്ലെങ്കിൽ ടോപ്പ് ലെവല് ഹൈ ലെവൽ അങ്ങനെ ഒന്നും ഇല്ല. നമ്മളെല്ലാവരും ഒരേ എന്താ പറയാ ഒരു ഇൻക്ലൂസീവ് ക്ലാസ് റൂം ആയിരിക്കും ഇത്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഓക്കെ, ദെൻ നമുക്ക് എന്താ പറയാ നമുക്ക് മ്യൂട്ട് ചെയ്തെടുക്കണം എന്നുള്ളൊരു നമ്മുടെ ഒരു എന്താ പറയാ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട്. കാരണം ക്ലാസ് മ്യൂട്ട് ചെയ്യാൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഡിസ്റ്റർബ്സ് ആയിരിക്കും, നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ലാസ്റ്റ് 10 minutes നമുക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടെങ്കിൽ സംസാരിക്കാം. ഓക്കെ, അപ്പൊ ട്രെയിനിങ് ഫംഗ്ഷൻസിൽ നമ്മൾ പറഞ്ഞത് എന്തൊക്കെയാണ്? ട്രെയിനിങ്സ് ഒക്കെ കൊടുക്കുക ടെക്നീഷ്യന്മാർക്കും അതുപോലെ തന്നെ മറ്റു സ്റ്റാഫുകൾക്കും. നമ്മൾ പറഞ്ഞ പുതിയതായിട്ട് ജോലിയിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ട്രെയിനിങ് ഒക്കെ കൊടുക്കാറുണ്ട്. ഇപ്പൊ 3 month ട്രെയിനിങ് ഒക്കെ ആയിരിക്കും നമ്മൾ കൊടുക്കാറ്. ഓക്കെ, ദെൻ നാലാമതായിട്ട് ഫംഗ്ഷൻ പറയുന്നത് റിസർച്ച് ഫംഗ്ഷൻ ആണ്. എന്താണ് റിസർച്ച് ഫംഗ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഗവേഷണമാണ്. ഓക്കെ, ദെൻ ഈ ഗവേഷണം എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് ഈ റിസർച്ചിൽ വരുന്നത്? പുതിയ പുതിയ ടെക്നോളജീസ് കണ്ടുപിടിക്കുകയാണ് റിസർച്ചിലൂടെ അല്ലെ? അതായത് പുതിയ പുതിയ മെഡിസിനും അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞില്ലേ, ഇപ്പൊ കോവിഡിന്റെ ഒക്കെ ആണെങ്കിൽ വാക്സിൻ ഒക്കെ അത് കണ്ടുപിടിച്ചതല്ലേ? ഓൾറെഡി ഉണ്ടായിരുന്ന വാക്സിൻ. പുതിയ രോഗങ്ങളെ കുറിച്ചും രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങളെ കുറിച്ചും അല്ലെ? ഇപ്പൊ പുതിയ പുതിയ അസുഖങ്ങളൊക്കെ വരികയാണ്. പുതിയ പുതിയ വൈറസുകളും അല്ലെ? അല്ലെങ്കിൽ പുതിയ പുതിയ അസുഖങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതിനായിട്ട് പ്രിവെന്റ് ചെയ്യാനായിട്ടുള്ള മെഡിസിൻസുകളും വാക്സിൻസുകളൊക്കെ നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ട്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ ഗവേഷണത്തില്. അതായത് ഹെൽത്തിനെ, ആരോഗ്യത്തെ സംരക്ഷിക്കാനും ദെൻ നമ്മളുടെ പ്രതിരോധിക്കാനായിട്ട് പ്രിവെന്റ് ചെയ്യാനായിട്ട് അല്ലെ? പരമാവധി അസുഖങ്ങളെയൊക്കെ പ്രിവെന്റ് ചെയ്യാൻ. ഇപ്പൊ നമ്മള് എന്താണ് കോവിഡ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാക്സിൻ എടുത്തത്. എല്ലാവരും തന്നെ വാക്സിൻ എടുക്കണമെന്ന് നിർബന്ധം പറഞ്ഞ് വാക്സിൻ ഒക്കെ എടുത്തു അല്ലേ? അപ്പൊ അതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ രോഗത്തെ പ്രതിരോധിക്കാൻ, നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാനും രോഗങ്ങൾ വരാതെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള റിസർച്ചുകൾ നടത്തുന്നത്. ഇനി പുതിയ പുതിയ
അസുഖങ്ങൾ വരുമ്പോൾ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള വാക്സിനുകൾ കണ്ടുപിടിക്കും ഇല്ലേ? ഇപ്പൊ കോവിഡ് വാക്സിൻ ഒക്കെ കണ്ടുപിടിച്ചതുപോലെ തന്നെ പുതിയ പുതിയ വൈറസുകളും അസുഖങ്ങളൊക്കെ വരുമ്പോൾ വീണ്ടും പുതിയ പുതിയ ഗവേഷണങ്ങളൊക്കെ നടത്തിക്കൊണ്ട് ആളുകളിൽ ഈ ഒരു അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയ പുതിയ മെഡിസിൻസുകൾ ആയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇതുപോലെ വാക്സിനുകളോ ഇഞ്ചക്ഷൻസുകളൊക്കെ കണ്ടുപിടിക്കുന്നു. ഓക്കെ, ഇതെല്ലാം നമ്മളുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോ ജസ്റ്റ് ഞാൻ പറഞ്ഞത് മാത്രം. ഇനി അടുത്ത ക്ലാസ്സിലാണ് ഓരോ പോയിന്റ്സിനെ കുറിച്ചും ഓരോ ഫംഗ്ഷനെ കുറിച്ചും നമുക്ക് ഈ ഒരു ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ. ഈ 4 ഫംഗ്ഷനെ കുറിച്ച് മാത്രം പറയുന്നുള്ളൂ. ഇപ്പൊ തന്നെ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ദെൻ ഇനി അത് ഡീറ്റെയിൽ ആയിട്ടാണ് അടുത്തത് ഓരോ ഫംഗ്ഷനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ഈ 4 ഫംഗ്ഷനെ കുറിച്ച് മാത്രം പറയുന്നുള്ളൂ ഈ ഒരു ചാപ്റ്റർ. ഓക്കെ, വളരെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. തുടക്കത്തിൽ തന്നെ നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ചാപ്റ്റർ ഒന്നും ഞാൻ ഇനി എടുത്ത് ബുദ്ധിമുട്ടിക്കണമെന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പോ ഏകദേശം ഞാൻ ആ പോയിന്റുകൾ പറഞ്ഞ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ദെൻ അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഫങ്ഷൻസ് എടുക്കാം. അപ്പോ 4 ഫങ്ഷൻസ് ആണുള്ളത്. ക്യൂറേറ്റീവ് ഫങ്ഷൻസ്, പ്രിവെന്റീവ്, ദെൻ ട്രെയിനിങ്, റിസർച്ച് ഫങ്ഷൻസ്. ഓക്കെ, അപ്പോ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാമോ ഫങ്ഷൻസ്? ഫസ്റ്റ് തുടങ്ങി ഇവിടം വരെ ഒന്ന് വായിക്കാം. ആ 4 പോയിന്റ് വരെ ഒരു പ്രാവശ്യം ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. അങ്ങനെ കുറച്ച് കാര്യം മാത്രം പറഞ്ഞിട്ടുള്ളൂ. ദെൻ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ ഓരോ ഫങ്ഷൻസ് വിടും. കംപ്ലീറ്റ് ചെയ്തോ? ജസ്റ്റ് ഇൻട്രൊഡക്ഷനും വായിച്ചു. ദെൻ ജനറലി ഫങ്ഷൻസ്, ഹോസ്പിറ്റലിന്റെ ഫങ്ഷൻസിൽ നമ്മൾ 4 കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു. അതിൽ 4 ക്രിയേറ്റീവ് ഫങ്ഷൻ, പ്രിവെന്റീവ് ഫങ്ഷൻ, ട്രെയിനിങ്, ദെൻ റിസർച്ച് ഫങ്ഷൻ. ഓക്കെ, ഇനി ഓരോ 4 ഫങ്ഷനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് അടുത്ത ക്ലാസ്സിൽ ഈ ഒരു ചാപ്റ്റർ പറയാനുള്ളത്. അപ്പോ മാക്സിമം ഞാൻ 4 പോയിന്റ് വിശദീകരിച്ചിട്ടുണ്ട് ഇപ്പോഴേ. ഓക്കെ, ഇനി നമുക്ക് ടെക്സ്റ്റിലുള്ള കാര്യങ്ങളും കൂടി വിശദീകരിക്കാനുണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വിശദീകരിക്കാം. ഓക്കെ, അപ്പോ ദെൻ ക്ലാസ് ഓക്കെ ആണോ? എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? യെസ് മാം. ഓക്കെ ആണോ? ക്ലിയർ ആണോ എല്ലാവർക്കും? സ്പീഡ് ഓക്കെ ആണോ? ഇതിന്റെ നോർമൽ സ്പീഡ് ഇങ്ങനെ തന്നെയാണ് കേട്ടോ. വളരെ സ്ലോലി പോയിട്ട് കാര്യമില്ല എന്നറിയാലോ. ഓക്കെ, അപ്പൊ വളരെ സ്ലോലി പോയിട്ടുണ്ടെങ്കിലും കുറച്ച് ബോറിംഗ് ആയിരിക്കും. ചില ചാപ്റ്റർ ഒക്കെ വരുമ്പോഴേ വളരെ പതുക്കി പതുക്കി പോകാനായിട്ട് ബുദ്ധിമുട്ടാണ് അല്ലെ? നിങ്ങൾക്കും അതോടൊപ്പം തന്നെ വായിക്കുന്നിരിക്കും. അത് ഇപ്പൊ എന്റെ ഒരു നോർമൽ സ്പീഡ് ഇങ്ങനെയാണ് കേട്ടോ. കുഴപ്പമില്ലല്ലോ? ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലേ? ഓക്കെ, അപ്പൊ ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ബാക്കി പോർഷൻസുകൾ എടുക്കാം. ദെൻ ഇതുവരെ ജസ്റ്റ് ഒന്ന് വായിക്കാം കേട്ടോ. അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഇത്രയും ഭാഗം നിങ്ങൾക്ക് മനസ്സിലുണ്ടായിരിക്കണം, വായിക്കണം. ദെൻ പറയുന്നത് പോലെ കറക്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുക. എക്സാമുകളൊക്കെ അതിൻ്റെ അടുത്ത് നിങ്ങൾക്ക് വരും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ക്ലാസ് മിസ് ആവുകയാണെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ റെക്കോർഡ് ക്ലാസ്സുകളൊക്കെ കാണാം. ഓക്കെ, അപ്പൊ ഇനി നെക്സ്റ്റ് ക്ലാസ് ടീച്ചർ ഇനി ഉച്ച കഴിഞ്ഞിട്ട് ഇതില്ലയോ ഡിപ്ലോമയുടെ ക്ലാസ്? നിങ്ങൾക്ക് സാധാരണ നോർമലി ക്ലാസ് ഉണ്ടാവും കേട്ടോ. ബാക്കി ബാച്ചുകാർക്ക് 7th-നും 8th-നൊക്കെ നോർമൽ ക്ലാസ്സുകൾ ഉണ്ടാവും കേട്ടോ. ഇത് PG നമ്മൾ അതിന്റെ ഒപ്പം നോർമൽ ക്ലാസ്സുകൾ ഉണ്ട് കേട്ടോ. ഓക്കെ, അതുകൊണ്ടല്ലയോ ഫസ്റ്റിൽ എക്സാം ഇല്ല ഡിപ്ലോമയുടെ. എക്സാം ഉണ്ട്. ഓക്കെ, ടീച്ചർ പറഞ്ഞു ലേഡീസ് ഫസ്റ്റ് ഇനി പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതുവരെ വായിക്കാം. ടീച്ചറെ ഡിപ്ലോമ എത്ര മാസം ആയിരുന്നു പറഞ്ഞ ടീച്ചറെ? ഡിപ്ലോമ അല്ല PG, സോറി PG എങ്ങനെയാണ് നിങ്ങളോട് പറഞ്ഞത്? നിഷ മാം പറഞ്ഞിരുന്നോ ഡീറ്റെയിൽസ്? ആരെങ്കിലും ഒന്ന് പറയുമോ? ഞാനിത് കേട്ടില്ല നല്ലപോലെ. ക്ലാസ്സിൽ ആരെങ്കിലും ഒന്ന് പറയോ? സാറിന്റെ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉണ്ടാകും കേട്ടോ. അപ്പൊ സാറിനോട് ചോദിക്കാം. ഓക്കെ, സാറിന്റെ ഒരു ക്ലാസ് നിങ്ങൾക്ക് എന്തായാലും നമ്മള് അറേഞ്ച് ചെയ്ത് തരും. സോ നിങ്ങൾക്ക് കോഴ്സിനെ കുറിച്ചും സർട്ടിഫിക്കറ്റ്സിന്റെയും ഡീറ്റെയിൽസ് ഒക്കെ സാറിനോട് ചോദിക്കാം കേട്ടോ. ഓക്കെ, ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു ടീച്ചർ. താങ്ക് യു മാം. താങ്ക് യു മാം.
ഒരു ഗ്രൂപ്പ് തുടങ്ങാവോ? അല്ലയോ ബെറ്റി? തുടങ്ങിക്കോ ഗ്രൂപ്പ്. ബെറ്റി തന്നെ തുടങ്ങിക്കോ. ഞാൻ ഡിപ്ലോമ കേട്ടോ. ഞാനിപ്പം പഠിച്ചോണ്ടിരിക്കുക ഡിപ്ലോമ 3-4. ഇപ്പം മൊഡ്യൂള് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ബ്രോ നമ്മള് ഗ്രൂപ്പ് ഇതുവരെ തുടങ്ങിയിട്ടില്ല. ഗ്രൂപ്പ് ആരെങ്കിലും ഒന്ന് തുടങ്ങാം. ബ്രോ തന്നെ അങ്ങ് തുടങ്ങ്. ക്ലാസ് കഴിഞ്ഞായിരുന്നോ ഇത്? എല്ലാരും പോയോ?